എൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടാത്ത എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ആർദ്രമായി സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് വിഷയത്തിൽ കിടക്കാം. ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്നൊരു നട്ടെല്ലുള്ള നല്ല ചങ്കൂറ്റുള്ള അഭിനയ ശേഷിയുള്ള ഒരു പെൺകുട്ടീനെ പരിചയപ്പെടാം. ആരാന്നല്ലേ? പാർവതി തിരുവോത്ത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർവതി തിരുവോത്തിൻ്റെ ഒരു ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അഭിനയത്തിലും ഇഷ്ടമാണ്, അതുപോലെ തന്നെ സ്വഭാവത്തിലും ഇഷ്ടമാണ്. നട്ടെല്ലിൻ്റെ കാര്യത്തിൽ അതിനേക്കാളേറെ ഇഷ്ടമാണ്. കാരണം സ്റ്റേറ്റ് അവാർഡൊക്കെ നല്ല അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയ നടിയാണ്. എന്താ പെർഫോമൻസ് എന്നറിയാം. ഞാൻ ഇപ്പോൾ ഇന്നലെ ഒരു സിനിമ കണ്ടു. അപ്പോൾ അത് ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞൊരു സിനിമ. ഇത്രയും കഴിവും പഴക്കം അഭിനയശേഷിയുള്ള ഉർവശിയേക്കാളും കവച്ചു വയ്ക്കുന്ന ഭാവാഭിനയാണ് നമ്മുടെ തിരുവോത്ത് കാഴ്ചവെച്ചത്. അതിൽ നമുക്ക് അഭിനന്ദനങ്ങൾ. ഞാനതിൻ്റെ റിവ്യൂ ഒന്നല്ല കേട്ടോ. നമ്മൾ പാർവതി തിരുവോത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ ലോകത്തുള്ള ഈ കിടക്ക പങ്കിടലിനെ കുറിച്ചും അതിൽ നടക്കുന്ന വൃത്തികേടുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ചർച്ചയിലേക്ക് വയ്ക്കാൻ പറ്റിയ ഏറ്റവും വലിയ പ്രൊഡക്റ്റാണ് പാർവതി. ആ പാർവതി എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്നു പറയും. ക്യാമറയുടെ മുമ്പിൽ എന്ത് ചെയ്യാനും പാർവതിക്ക് യാതൊരു മടിയുമില്ല. അതിനുള്ള തെളിവാണ് നമ്മുടെ ഈ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞൊരു പടം. അതിൽ ഒരു സീനുണ്ട്. ഗർഭിണിയാണോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ട്. ആ ടെസ്റ്റിൽ എന്താണ്, ക്ലോസറ്റിൽ നമ്മുടെ അടിയിലിട്ട് ഓടുന്ന ആ ഒരു ഡ്രസ്സ് മാറ്റി ടോപ്പ് ഉണ്ട് കേട്ടോ. ടോപ്പ് ഇട്ടിട്ട് ക്ലോസറ്റിലിരിക്കുന്നു, യൂറോപ്യൻ ക്ലോസറ്റിലിരിക്കുന്നു. എന്നിട്ട് കുറച്ച് മൂത്രം കൈയിട്ടിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് നോക്കണം. ആ സീനിൽ വേണമെങ്കിൽ ടെസ്റ്റ് നോക്കണമായിട്ട് മാത്രം വേണമെങ്കിൽ ഡയറക്ടർക്ക് എടുക്കാം. കഥയിൽ അതുണ്ടായിരിക്കില്ല. പക്ഷേ അതിൻ്റെ പൂർണ്ണത, ആ ഇരുന്നത് ഒരു വൃത്തികേടല്ല, ആ എടുത്തതൊരു വൃത്തികേടല്ല, ആ സീനൊരു വൃത്തികേടല്ല, ആർക്കൊന്നും പറയാൻ പറ്റില്ല. അതേപോലത്തെ വളരെ ആപ്റ്റായിട്ടുള്ള സീൻ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചു. അതാണ് ഒരു നടിയുടെ കഴിവ്, അതാണ് ഒരു നടിയുടെ ചങ്കൂറ്റം, അഭിനയത്തിലുള്ള ചങ്കൂറ്റം. അത്രമാത്രം നമ്മൾ പറയുന്നുള്ളൂ. ഇതിനു മുമ്പ് പല സിനിമകളിലും അഭിനയം ഒരുപാട് കാഴ്ചവെച്ചിട്ടുള്ള നടിയാണ്. ഞാനൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ ഒരു നടിയേക്കാളൊക്കെ അഭിനയശേഷിയുള്ള ഒരു നടിയാണ്, കഴിവും ഉള്ള ഒരു നടിയാണ് നമ്മുടെ പാർവതി എന്ന് ഞാൻ പറയും. അതിന് ഈ സിനിമാ ലോകം സമ്മതിക്കില്ല. സിനിമാ ലോകത്തുള്ളവർക്ക് എന്താ വേണ്ടേ? അവർക്കൊരു നടി ഉയർന്നു വന്നുകൊണ്ട് അവർക്ക് യാതൊരു ഉപകാരമില്ല. അവർക്ക് വേണ്ടത് ഒരു നടിയുടെ അഭിനയശേഷിയല്ല, ഒരു നടിയുടെ ശരീരമാണ് അവർക്ക് ആവശ്യം. അത് തുറന്നു പറഞ്ഞതുകൊണ്ടാണ് ഈ പാർവതി എന്ന സിനിമാ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടായിട്ട് നിൽക്കുന്നത്. ഇവിടെയുള്ളവർക്ക് ഇപ്പോൾ ഇവിടുന്ന് ബാൻ ചെയ്താലും അവർക്ക് തമിഴിലും പോയി അഭിനയിക്കാൻ പറ്റില്ല, തെലുങ്കിലും പറ്റില്ല, കന്നഡത്തിലും പറ്റില്ല. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കുലാപ്പി ഒരു 4 ഫോൺ വിളിച്ചാൽ മതി, പിന്നെ കഴിഞ്ഞില്ലേ. സൗത്ത് ഇന്ത്യയിൽ എവിടെ പോയാലും അഭിനയിക്കാൻ പറ്റില്ല. അത്രയും വലിയ നെറ്റ്വർക്കാണ് ഈ സിനിമാ ലോകത്തുള്ള അമ്മ സംഘടന എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ കഴിവുകൾ. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് തന്നെ WCC എന്ന് പറഞ്ഞുള്ളൊരു സംഘടന ഉണ്ടായിരുന്നു. അതിലാദ്യം 21 പേരുണ്ടായിരുന്നു, പിന്നെ അത് 18 പേരായി, പിന്നെ 11 പേരായി, പിന്നെ 4 ആളായി. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 400ഓളം സ്ത്രീകളുള്ളതാണ് അമ്മ സംഘടന. ഈ 400 സ്ത്രീകൾക്കും പ്രശ്നങ്ങളില്ലേ? ഈ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവരൊന്നും അനുഭവിക്കുന്നില്ലേ? ഇതൊരു ചോദ്യചിഹ്നമാണ്. ഉണ്ട്, പക്ഷെ അവരൊന്നും പുറത്ത് പറയില്ല. അവർക്ക് അതിനുള്ള ചങ്കൂറ്റമില്ല. ഈ സിനിമയിൽ നടക്കുന്നത് പുരുഷ മേധാവിത്വമാണ്, പുരുഷന്മാരുടെ ആധിപത്യമാണ് അവിടെ നടക്കുന്നത്. പുരുഷന്മാരെന്താ വിചാരിക്കുന്നത് അതേപോലെ തന്നെയാണ് അവിടുത്തെ ഓരോ സംഗതികളും നടക്കുക. അല്ലാണ്ട് അവിടെ സ്ത്രീകൾക്ക് യാതൊരു വിലയില്ല. അവർ വില ഉണ്ടാക്കി കൊടുക്കുന്നതും അവരെ ഉന്നതിയിൽ എത്തിക്കുന്നതും ഈ പുരുഷന്മാർ തന്നെയാണ്. അതിന് ഏത് പുരുഷനാണോ അത് ചെയ്യുന്നത് അവർക്ക് തക്ക പ്രതിഫലം വേണം. ഒന്നില്ലെങ്കിൽ പൈസ, അല്ലെങ്കിൽ ശരീരം. ഇത് രണ്ടും മേടിച്ചിട്ട് സ്ത്രീകൾ ഇതുപോലെ നിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം പാർവതി തിരുവോത്ത് തുറന്നു പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ 4ാമത്തെ വയസ്സിൽ എന്നെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു ഒരാൾ. അതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു.
ആ കാലത്ത് ഈ ലൈംഗികപരമായിട്ട് ചെയ്യുമ്പോൾ അതെന്താണെന്ന് അറിയില്ല. അത് തുറന്നു പറയാനായിട്ട് 12 കൊല്ലെടുത്തു. അത് തിരിച്ചറിയാനായിട്ട് 12 കൊല്ലെടുത്തു. പക്ഷെ തുറന്നു പറയാനായിട്ട് വീണ്ടും ഒരു 15 കൊല്ലെടുത്തു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സിനിമാ മേഖലയിൽ അതിക്രൂര ഈ നമ്മുടെ എറണാകുളത്ത് ഒരു നടീനെ പീഡിപ്പിച്ച കേസുണ്ടായല്ലോ. അതിൻ്റെ സാമാന്യമായുള്ള സംഭവം ഈ തിരുവോത്തും അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, സിനിമാ മേഖലയിലുള്ളവർ എത്ര മാന്യന്മാരാണെന്ന് നോക്കിയേക്ക്. അതുപോലെ തന്നെ ഒരാളെയും ശിക്ഷിക്കാനോ ഒരാളെയും ജയിലിലിടാനോ ഒരാളെയും പേര് പറഞ്ഞ് അവരുടെ കുടുംബം നശിപ്പിക്കാനോ സിനിമാ ഫീൽഡിലുള്ള അവരെ കരിയർ നശിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സത്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ ആ സത്യങ്ങളുടെ കൂടെ നിൽക്കാൻ എത്ര പെണ്ണുങ്ങളുണ്ട്. ഇപ്പോൾ മഞ്ജു വാര്യർ വരെ ഇതിലുണ്ടായിരുന്നതാണ്. മഞ്ജു വാര്യർ വരെ തള്ളി പറഞ്ഞു പോയി. അപ്പോൾ അതാണ് സ്ഥിതി. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് കമ്മ ശിവാന്നും മിണ്ടാൻ പാടില്ല. അവർക്ക് ആകെയുള്ളൊരു പണി തുണി അഴിക്കുക. നിങ്ങൾ ക്യാമറയുടെ മുമ്പിൽ അഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ക്യാമറയുടെ പിന്നിൽ ഞങ്ങളുടെ അടുത്ത് അഴിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടോ അത് ഈ സിനിമാ ഫീൽഡിൽ നിന്ന് ഇല്ലാണ്ടാക്കാനോ ഒരു പാർവതി വിചാരിച്ചാലും നടക്കില്ല, ഒരു മഞ്ജു വാര്യർ വിചാരിച്ചാലും നടക്കില്ല, വേറെ ഏതൊരു നടി വിചാരിച്ചാലും നടക്കില്ല. ഇത് ഇങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാണ് ഈ പാർവതി ഇങ്ങനെയുള്ള തുറന്നു പറച്ചിൽ, ഇത്രയും കഴിവുള്ളൊരു നടി എന്തിനാണ് ഇങ്ങനെ ഈ തുറന്നു പറച്ചിൽ നടക്കുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഒറ്റപ്പെടും. നിങ്ങളുടെ ശബ്ദത്തിനൊരു ബലമില്ല. നിങ്ങളുടെ ശബ്ദത്തിന് ബലം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉണ്ടാക്കിയ സംഘടന ഉയർന്നു പോയേനെ. പക്ഷേ ഈ ഫീൽഡ് സംബന്ധിച്ച് ഈ സംഭവം, ഈ അമ്മ സംഘടനയിൽ സിനിമാ വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുറന്നു പറയുന്നവർക്ക് ചാൻസ് ഇല്ല. അവരെ ബാൻ ചെയ്യും. അവർക്ക് പിന്നെ അഭിനയം എന്ന് പറഞ്ഞൊരു മോഹം അവർക്ക് ഉണ്ടാവാൻ പറ്റില്ല. പിന്നെ അവരുപോലെ നാടകത്തിൽ പോയി അഭിനയിക്കേണ്ടി വരും. അതാണ് ഇവരെ കെട്ടുറപ്പ്. ഈ ഇടവേള ബാബൊക്കെ തുടക്കത്തിൽ തന്നെ ഇരിക്കുന്നതാണ്. ഈ ഇരുന്നിരുന്ന് ഊരാല് വാല് വന്നു. ഇനിയെങ്കിലും ഒന്ന് മാറിക്കൊടുത്തൂടെ. ഈ ഇടവേള ബാബുവിനെ ഏറ്റവും അധികം വിമർശിച്ചത് നമ്മുടെ പാർവതി തിരുവത്താണ്. അവ അത് അർഹിക്കുന്നവനാണ്. ഇവിടെ സംഘടനകളിൽ വെച്ചിട്ട് ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് അമ്മ സംഘടന മാത്രമുള്ളൂ. അത് അവിടെ എന്ത് നടന്നാലും എന്ത് ചോദിച്ചാലും ആർക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത തീരുമാനങ്ങൾ ആണ് നടപ്പിലാവുള്ളൂ. ഈ ഭീമമായ പൈസകളാണ് ഇവർ ഓരോ നടന്മാരെ കയ്യിൽ നിന്നും ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടൊക്കെ ഇവർ ഈ സംഘടനയ്ക്ക് വേണ്ടി പിരിച്ചെടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ കുറേ ആൾക്കാർക്ക് കുറച്ച് പെൻഷൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കോടികൾ ഈ അമ്മ സംഘടനയിലേക്ക് വരുന്നുണ്ട്. ഈ കോടികളൊന്നും ഇവിടുന്ന് പോണില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, സാമ്പത്തികപരമായുള്ള കാര്യങ്ങൾ, മോഹൻലാൽ വരെ ഇതിൽ വന്നത് മോഹൻലാലിൻ്റെ പേര് കളയാനാണ്. മുപ്പർക്ക് ഇതിലൊന്നും ഒരു നയാ പൈസയ്ക്ക് എൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിലേക്കൊന്നും ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യാനായിട്ടുള്ള സമയമില്ല. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു സംഘടന കാശ് പിരിവ് മാത്രം, അതുപോലെ തന്നെ ഓരോ ഷോകൾ നടത്തിയിട്ട് അതിലും കോടികൾ വരുന്നുണ്ട്. അതൊക്കെ എവിടെ? ഇപ്പം നമ്മൾ തന്നെ ഈ സംഘടനയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സംഘടന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിൻ്റെ കാര്യത്തിൽ സംഘടന എപ്പോഴും ദിലീപിനെ പുറത്ത് നിർത്തി വെക്കുക. ഒരു നടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നടൻ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞാൽ മാത്രം അദ്ദേഹത്തിനെ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കിയാൽ മതിയല്ലോ. അതിനു മുമ്പ് ഒരു സംഘടനയിൽ നിന്ന് പുറത്താക്കി. എന്തെല്ലാം നല്ല കാര്യങ്ങൾ ദിലീപ് സംഘടനയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. കോടികൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഒരു നടനാണ്. ആ സംഘടന നിഷ്കരണം 4 ആൾ പറഞ്ഞിട്ട് അതിനടുത്ത് പുറത്താക്കി. എന്ന് വിധി വരട്ടെ. തെറ്റുകാരനാണ്, കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് വിധി വരട്ടെ. ഇതിപ്പോൾ നാളെ ദിലീപ് ഇതിൽ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ പുറത്തു നിർത്തി അയാളുടെ മാനസിക പീഡനം അതിനൊക്കെ ഇവർ ആര് സമ്മാനം പറയും? അപ്പോൾ ഒരു സംഘടനയാകുമ്പോൾ അതിൻ്റേതായുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ വേണം. ആളെ പറ്റുമെന്ന് പറഞ്ഞ് കയറെടുക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ പാർവതിയുടെ കാര്യമുണ്ട്. നമുക്ക് അവിടേക്ക് തന്നെ തിരിച്ചു പോകാം. ഈ അമ്മ സംഘടനയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും എത്തില്ല. അപ്പോൾ ഈ പാർവതി തിരുവോത്ത് പല അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. അതോടുകൂടി എന്തുണ്ടായി? അഭിനയത്തിൽ നിന്ന് അവളെ വിലക്കുക ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫീൽഡിൽ നടക്കുന്നുണ്ടെന്നുള്ളത് പൊതുജനങ്ങൾക്ക് മീടു എന്ന് പറഞ്ഞിട്ടൊരു വെളിപ്പെടുത്തലുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അറിയണത് തന്നെ പൊതുജനം അറിയണത്. ഞാൻ അറിയണത് അങ്ങനെയല്ല. എനിക്ക് അതിന് മുമ്പേ അറിയാം. അതിന് മുമ്പ് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോട്ടലായ എലൈറ്റ് ഇൻ്റർനാഷണലിലെ ഒരു റൂം ബോയ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ പ്ലേറ്റ് കഴിയാൻ കയറുന്നുണ്ട്. സ്റ്റെപ്പായിട്ട് അവിടെ റൂം ബോയ് ആയിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത്
ഒരു ഷൂട്ടിംഗ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ്. അവിടെ ഇത്രയും വലിയൊരു ഹോട്ടൽ വേറെ ഇല്ല. താമസിക്കുന്നവർക്കൊക്കെ അവിടെ തന്നെ വന്ന് താമസിക്കുക, ഷൂട്ടിങ്ങുകാർ മുഴുവൻ. ഇനി അവിടെ വരാത്ത നടന്മാരില്ല, അവിടെ നമ്മൾ പരിചയപ്പെടാത്ത നടന്മാരില്ല, നടികളില്ല എന്ന് തന്നെ പറയാം. ആദ്യകാലത്ത് ജയം വരെ വന്നിട്ട് 2 പടങ്ങൾക്ക് അവിടെ വന്നിട്ട് ചാകര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ് തൃശ്ശൂരാണ്. അതുപോലെ പ്രേമലേഖനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടാകും, ആ പടം റിലീസായില്ല, അതിൽ ജയനാണ്. അപ്പോൾ അതിൽ അങ്ങനെ ജയന നമുക്ക് അവിടെ വെച്ച് അതിൽ വരെ നമുക്ക് പരിചയം ഉണ്ടാകും. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഈ ലൊക്കേഷനിലേക്ക് ഞാൻ പോയിട്ടുണ്ട്, മമ്മൂട്ടിയൊക്കെ ഒരു നോക്ക് കാണാൻ കുറേ പടങ്ങൾ മമ്മൂട്ടിയുടെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പടങ്ങളിലൊക്കെ നമ്മൾ ഡയറക്ടർ അടുത്ത് വന്ന് ചാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലുമൊക്കെ ചാൻസ് തരും, ഡയലോഗൊന്നും തരില്ല. ചന്ദ്രമേനോൻ്റെ പ്രേമഗീതങ്ങൾ വരെ ഷൂട്ടിങ് തൃശ്ശൂരാണ് വന്നത്. എലൈറ്റ് ഇന്റർനാഷണൽ കംപ്ലീറ്റ് ആർട്ടിസ്റ്റും അവിടെ ആയിരുന്നു. അവർ വലിയ ഡയലോഗൊന്നും തരില്ല, അവരെന്തെങ്കിലും ജാഥയിൽ നിർത്തും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാസിങ് ഷോട്ട് ഇങ്ങനെയുള്ള സാധനം. പക്ഷെ നമുക്കത് മതി, അതിൽ നമ്മൾ തൃപ്തിപ്പെടുന്നു. അപ്പോൾ തുടക്കമല്ലേ. അപ്പോൾ അതിനൊക്കെ പോകുമ്പോൾ ഈ ലൊക്കേഷനിലെ ക്രൂ, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, മറ്റുള്ള ആൾക്കാർ എല്ലാവരും എന്ത് മാന്യന്മാരാണെന്നറിയാം. എന്ത് ഭംഗിയായിട്ടാണ് സ്ത്രീകളോട് പെരുമാറുക, നല്ല അഭിനയിക്കുന്ന നടികളോട് എന്ത് സ്നേഹം, എന്ത് നന്നായിട്ടാണ് സംസാരിക്കുന്നത്. ഇത്രയും ഒരു അകലം വെച്ചിട്ടൊക്കെയാണ് സംസാരിക്കുക. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇവരൊക്കെ നല്ല മാന്യന്മാരാണ്, ഇങ്ങനെയുള്ള കേസുകളൊന്നും ഇവിടെ ഇല്ല നമ്മൾ വിചാരിക്കും. അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കൊരു ഫ്ലോർ മൊത്തം കൊടുത്തിരിക്കുക. അവിടെ വേറെ ആർക്കും കൊടുക്കില്ല, വേറെ കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഒരു 10-30 റൂം ഒരുമിച്ചാണ് അവർക്ക് ഒരു ചാർട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഷൂട്ടിങ് കഴിഞ്ഞാൽ ഒരു 11 മണിക്കോ 12 മണിക്കോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലിക്ക് കഴിഞ്ഞ് 10 മണി 11 മണി 12 1 മണിക്കാവും നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ. അപ്പോൾ നമ്മളൊക്കെ ഈ ഫ്ലോറിൻ്റെ അറ്റത്തൊരു സ്റ്റാഫ് റൂമുണ്ട്, അവിടെ നമ്മളൊക്കെ കിടക്കുക. അപ്പം നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇതിലേക്കൊന്ന് നടക്കും, പതുക്കെ അവിടെ ഇവിടെയൊക്കെ വെറുതെ നടക്കും. അപ്പം നടക്കുമ്പോൾ എന്താ നമ്മൾ ഈ കാണുന്നത്, പല നടികളുടെ റൂമിലേക്കും ഓരോരുത്തർ ചെല്ലണ്. അവിടെ നിന്ന് അങ്ങനെ കുറേ കഴിയുമ്പോൾ അയാൾ ഇറങ്ങി പോകണ്, വേറെ ആൾ ചെല്ലണ്, ഈ നടി വേറെ റൂമിലേക്ക് ചെല്ലണ്, ആ നടി പിന്നെ വേറെ റൂമിലേക്ക് ചെല്ലണ്. എന്തൊക്കെയാണ് കാണേണ്ടത് നമ്മൾ. ഞാൻ അതിശയിച്ച് പോയിട്ടുണ്ട് പല നടികളുടെയും കാര്യം. ഇതൊന്നും പേരിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് പേരൊന്നും പറയില്ല. അപ്പോൾ ഈ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് ഇവിടെ ഹോട്ടൽ റൂമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ സ്വഭാവം മാറി. പകൽ കണ്ട സ്വഭാവം ഒന്നല്ല. ഏത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും, ഏത് മെയിൻ നടിയായാലും, നടനായാലും, ഇനിയിപ്പോൾ അമ്മ റോളിൽ അഭിനയിച്ച അമ്മയായാലും കുഴപ്പമില്ല, വയസ്സായ ആൾക്കാരും കുഴപ്പമില്ല, അവർക്ക് റൂമിലേക്ക് വരെ അവർ കയറി പോലും ഇറങ്ങലും അങ്ങനെ ഒരു 2 മണി 3 മണി വരെ ആവും ഇവർ ഈ കയറലും ഒക്കെ ഡിസ്കഷനാണ്. ഈ നടി അവിടെ പോയി ഡിസ്കഷൻ, ആ നടി ഇവിടെ വന്ന് ഡിസ്കഷൻ, ഇവിടുത്തെ ആർട്ടിസ്റ്റ് അവിടെ പോയി ഡിസ്കഷൻ, ആ പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ നടക്കണ കേസ്. ഇതെന്നേന് ഒരു ശരിക്ക് പറഞ്ഞ ഒരു കാമലോകമാണ് അവിടെ നടക്കുന്നത്. ആർക്കും ഒരു പരാതിയില്ല. ഇതൊക്കെ ദശാക്ഷിയായ കാരണം ഞാൻ അത് പറയണ കേട്ടാ. ആരും പേരും പൂരൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ പാർവതി പറഞ്ഞാൽ എന്താ തെറ്റ്? സിനിമാ ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ആ പാവത്തിനെ പിടിച്ച് പുറത്താക്കി. നല്ല അഭിനയിക്കാൻ കഴിവുള്ള, നല്ല അന്തസ്സുള്ള, നല്ല നട്ടലുള്ള നടീന് ആ നടിനെ പിടിച്ച് പുറത്താക്കി. ആ നടിക്ക് ചാൻസ് ഇല്ല. ഇപ്പം നിങ്ങൾ ഈ പുറത്താക്കിയ ആൾക്കാരൊക്കെ ഒന്ന് ആ നടിയുടെ പെർഫോമൻസ് ഒന്ന് കാണുക. ഒരു നടി നിങ്ങൾക്ക് ശരീരം തന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആ നടിയെ പിടിച്ച് പുറത്താക്കിയ നമുക്കിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ നമുക്ക് പണ്ട കാരണന്മാർ പറയും സൂര്യനെ നമുക്ക് കൈ ഒഴിച്ചിട്ട് മറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ആദ്യം മനസ്സിലാക്കുക. കഴിവുള്ള ആൾക്കാർ ഇന്നല്ലെങ്കിൽ നാളെ അവർ ഉദിച്ചുയരുക തന്നെ ചെയ്യും. അപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇനി നാളെ ആയാലും മറ്റന്നാളായാലും ഈ സിനിമാ ലോകത്ത് നടക്കുന്ന എത്ര തെമ്മാടിത്തരം നടന്നാലും എത്ര തെണ്ടിത്തരം നടന്നാലും നിങ്ങളിതൊന്നും പുറത്ത് പറയണ്ട. നിങ്ങൾ പുറത്ത് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി അതോടുകൂടി ഇരുളടയും. അതാണ് സ്ഥിതി. അപ്പോൾ നിങ്ങൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മേൽഗതി സിനിമാ ലോകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാർവതിക്ക് തന്നെ വേണമെങ്കിൽ ചോദിക്കുന്നവർക്കൊക്കെ ശരീരം കൊടുത്തിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ എല്ലാ സിനിമയിലും ഓടി നടന്ന് അഭിനയിക്കാം. കുട്ടിക്ക് അതിന് താല്പര്യമില്ല, അങ്ങനെ കൊടുത്തിട്ടുള്ള ചാൻസും വേണ്ട, അങ്ങനെ പോണ ആൾക്കാരെ വിമർശിച്ചു, അതാണല്ലോ ചെയ്ത തെറ്റ്. അതിന് ഒരു അമ്മ സംഘടനയും ചോദ്യം ചെയ്യാനില്ല. അവരമ്മയിൽ നിന്ന് രാജിവെച്ചു, അവർ സെപ്പറേറ്റ് ഒരു സംഘടനയിലാക്കി. ആ സംഘടനയെ അമ്മ തകർത്തു. അങ്ങനെ അമ്മയ്ക്ക് എതിരായിട്ടൊന്നൊരു സംഘടന ഇവിടെ അവർ വളർത്തിക്കൊണ്ടുവരാൻ അവർ സമ്മതിക്കില്ല. അതൊക്കെ കയ്യൂക്കുള്ളവരും കാര്യക്കാരൻ എന്ന് പറയില്ലേ, അവർ കോടികൾ ആസ്തിയുള്ളതാണ് ഈ അമ്മ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരോടൊക്കെ ഫൈറ്റ് ചെയ്യാൻ പോയിട്ട് വല്ല കാര്യമുണ്ടാ? ഒരു കാര്യമില്ല.
നിങ്ങളുടെയൊക്കെ ഒറ്റപ്പെട്ട ശബ്ദമായിട്ട് മാറും. നിങ്ങൾക്ക് തന്നെ അറിയാലോ, 10, 21, 30 അംഗങ്ങളുണ്ടായിരുന്ന ആള് ഇവരൊക്കെ രാജിവെച്ച് പോയത് എന്താ? അവർക്കൊക്കെ വേണ്ടത് സിനിമ അവർക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല, അതിൽ നിന്നുള്ള വരുമാനം നഷ്ടപ്പെടാൻ പറ്റില്ല. അവരൊക്കെ സിനിമാ നടിയായിരുന്നിട്ട് അതേപോലെ ജീവിത നിലവാരം അവർ ഉയർന്നു. അവരിനി നാളെ ഓട്ടോറിക്ഷയിൽ പോകാൻ പറ്റില്ല, അവർക്ക് കാർ തന്നെ വേണം. ഒരു കാറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ലൊരു വീട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുള്ള ആഡാഭരണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ തന്നെ പറ്റുള്ളൂ. വേറെ ഒരു ജോലിക്ക് പോയാലും ഇത്ര പൈസ കിട്ടില്ല. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്തിനാണ് നമ്മളെന്തിനാ അതിൻ്റെ ആവശ്യം? നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സംഘടനയിൽ പലരും പോകാനുള്ള കാരണം തന്നെയാണ്. ഇങ്ങനെയൊന്നും ഒരു ശബ്ദത്തിൽ നിങ്ങളൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ശബ്ദം നിങ്ങളുടെ ഒറ്റപ്പെട്ട ശബ്ദമായി മാറും. അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നവർ മുഴുവൻ നാറി പുഴുത്ത് അവരെടുത്ത് തൂക്കി എറിഞ്ഞു കളയും. അതാണ് ഇപ്പോൾ ഈ സിനിമാ സംഘടനയിൽ നടക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് പാർവതിക്ക് എന്ന് അഭിമാനിക്കാം. ആരും പറയാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു, അത് എന്നും അഭിമാനിക്കാം. അപ്പോൾ അതുകൊണ്ട് ചങ്കൂറ്റുണ്ട്. നമ്മൾക്ക് സിനിമാഭിനയം മാത്രമല്ല, സിനിമയിലുള്ള വൃത്തികേടുകൾ തുറന്നു കാണിക്കുകയും നാളെ അത് വരാൻ പോകുന്ന സ്ത്രീകൾക്ക് ഒരു മുന്നറിയിപ്പായിട്ട് താങ്കൾ പറഞ്ഞു. അത് താങ്കൾക്ക് അഭിമാനിക്കാം. എന്തായാലും താങ്കളൊരു കഴിവുള്ള നടിയാണെന്നുള്ളത് പല സിനിമയിലും തെളിയിച്ചിട്ടുണ്ട്. അത് ഈ സിനിമാക്കാർ മൊത്തം നിങ്ങളെ കുറ്റം പറഞ്ഞാലും നിങ്ങളുടെ കഴിവിനാർക്കും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ജനങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. പാർവതിയുടെ കൂടെ ജനങ്ങളുണ്ട്. എന്തിനും പ്രതികരിക്കുന്ന ഒരു വ്യക്തിന് ഈ പാർവതി കോഴിക്കോട് തന്നെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പയ്യൻ വന്ന് കുറേ ഉപദ്രവം ഉണ്ടാക്കി, അതുപോലെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഉടനടി പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ പയ്യനെ അപ്പം തന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യിച്ചു. അപ്പം അങ്ങനെ എന്ത് കാര്യത്തിലും ഏത് പത്രക്കാരെ കണ്ടാലും എന്തും സത്യം വിളിച്ച് പറയും. അതിനിപ്പോൾ നാളെ ഒരു പടത്തിൽ നിന്ന് അവർ ഔട്ടാക്കിയാലും ഇനി പടം തന്നെ ഇല്ലാണ്ട് എത്ര കിടന്ന് കഷ്ടപ്പെട്ടു ഈ നടി. ഇത്ര നാൾ സിനിമ ഇല്ലാണ്ടിരുന്നു. 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഇത്രയും സിനിമാ നടിയായി ഇത്രയും അഭിനയിക്കാൻ കഴിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നടി പെട്ടെന്ന് ഇനി പോയി ടെക്സ്റ്റൈൽസിൽ പോയിട്ട് 10,000 രൂപ 25,000 രൂപയ്ക്ക് ജോലിക്ക് നിൽക്കാൻ പറ്റുമോ? വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ? അന്തസ്സായിട്ട് സംസാരിക്കും, അന്തസ്സായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഒന്നല്ലെങ്കിൽ നല്ലൊരു ജോലി എടുത്തിട്ട് ജീവിച്ചാലും കുഴപ്പമില്ല, എൻ്റെ ശരീരം നിങ്ങൾക്ക് തരില്ല ഞാൻ എന്ന് തന്നെയാണ് ആ നടി പ്രഖ്യാപിച്ചത്. അതാണ് പെൺകുട്ടി. അതാണ് പെൺകുട്ടികളിൽ പെൺകുട്ടി എന്ന് ഞാൻ പറയും. അപ്പോൾ നമ്മുടെ പാർവതി തിരുവോത്തിൻ്റെ പുതിയ സിനിമയ്ക്ക് എല്ലാ ആശംസകളും. നല്ല സിനിമയാണ്, ഒരു അധികം ആർട്ടിസ്റ്റുകളൊന്നുമില്ല, നല്ലൊരു കഥ, നല്ല രീതിയിൽ നമ്മളെ ബോറടിപ്പിക്കാണ്ട് മനോഹരമായി പിക്ചറൈസ് ചെയ്ത ഒരു സിനിമയാണ്. അതിന് ഒരു തർക്കമില്ല. അത് നല്ല തിരക്കഥയുടെ നല്ല ശക്തിയുണ്ട്. അതുപോലെ തന്നെ മത്സരിച്ചുള്ള അഭിനയമാണ് അതിൽ. നമ്മുടെ ഉർവശിയും പാർവതിയും തമ്മിൽ അതിൽ മികച്ചു നിൽക്കുന്നത് പാർവതിയുടെ അഭിനയം തന്നെയാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ സിനിമ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ തന്നെ ചെയ്യും. നമ്മൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യാമല്ലോ, അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ സിനിമാ ലോകത്ത് എന്ത് നടന്നാലും അത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ തുടരും. അത് ഈ അച്ചിൽ കെട്ടിയിട്ട കാളയുടെ പോലെയാണ്. അതിങ്ങനെ റൗണ്ട് അടിച്ച് നടക്കും. അതില്ലാണ്ട് സിനിമ ഇല്ല. ഓക്കെ, നമുക്ക് ഈ വീഡിയോ അവിടെ നിർത്താം. നമുക്ക് നാളെ വേറൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുപോലെ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടോ. കമൻറ്റ് തെറിയായാലും ചീത്തയായാലും എന്തായാലും ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. നമുക്കത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. കുറച്ച് തെറി കമൻറ്റ് നമുക്ക് അതിനേക്കാൾ ഏറെ ഇഷ്ടമാണ്. എന്നാൽ അതിന് ഒരു തെറി കമൻറ്റ് വരുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ വളർന്നു എന്നുള്ളതിന് അർത്ഥമാണ്. കുറേ ആൾക്കാർ തെറി കമൻറ്റും കുറേ ആൾക്കാർ തെറിയും തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, നമ്മുടെ ചാനൽ വളർച്ചയുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുക. അതിനെന്താണ് കായ്പലുള്ള എത്തിക്കല്ലേ നമ്മൾ ആൾക്കാർ കല്ലെറിയും എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് പോരട്ടെ. അപ്പോൾ ഗൈസ്, നമുക്ക് നാളെ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.